ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. സാബത്ത് ദിവസം ജോലി ചെയ്യാൻ പാടില്ല എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നു. ദൈവം ഈ ലോകത്തെയും ജീവജാലങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിക്കുവാനായി 6 ദിവസം അശ്രാന്ത പരിശ്രമം ചെയ്യുകയും 1 ദിവസം വിശ്രമം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞതിൽ നിന്നാണ് സാബത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നത്. ബൈബിളിൽ സാബത്ത് ദിവസം തടി ശേഖരിക്കാൻ പോയ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തളർന്നു കിടന്ന രോഗിയെ സാബത്ത് ദിവസം സുഖപ്പെടുത്തിയെ പറ്റി പറഞ്ഞ് ഫരിസേയർ അതിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തതായിട്ട് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തു നമ്മളോട് പറയാൻ ശ്രമിച്ചത് ജോലി എന്നുള്ളതിനുള്ള വ്യാഖ്യാനമാണ്. മറ്റുള്ളവനെ സഹായിക്കുന്നത് ഒരു ജോലിയായി കാണാതെ സഹപ്രവർത്തികളോട് അനുരഞ്ജനത്തിനോട് പെരുമാറുക. സാബത്ത് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ദിവസം ഓരോ റിലിജനിലും ഉണ്ട്. ഹിന്ദുയിസത്തിൽ റെസ്റ്റിനെ പറ്റി ഒരു സമയം ഓഫ് റെസ്റ്റ് ഉണ്ട്, ഒരു പീരീഡ് ഓഫ് റെസ്റ്റ്. ഖുറാനിൽ ശനിയാഴ്ചകളിൽ ആണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച എന്നുള്ള റെസ്റ്റിൻ്റെ ദിവസം റോമൻ ചക്രവർത്തി കോൺസ്റ്റാൻറ്റൈനാണ് കൊണ്ടുവന്നത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും അശ്രാന്ത പരിശ്രമം ചെയ്യുന്നവരാണ്. 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ജോലി ചെയ്തിട്ട് 1 ദിവസം മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് പുതിയ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് സാബത്ത്. വ്യവസായി ഇലോൺ മസ്ക് ഈ അടുത്ത് പറയുകയുണ്ടായി, ഒരാൾക്ക് 100 മണിക്കൂർ വരെ ഒരാഴ്ചയിൽ ജോലി ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം എന്താ? 15 മണിക്കൂർ ആഴ്ചയിൽ 7 ദിവസം ജോലി ചെയ്താലേ 100-ലെത്തത്തുള്ളൂ. ഇഫ് യു സീ യുവർ വർക്ക് ആസ് യുവർ ഹോബി, യു ഡോണ്ട് വർക്ക് എ സിംഗിൾ ഡേ ഇൻ യുവർ ലൈഫ്. പക്ഷേ അത് ജോലിയായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പെട്ടെന്ന് വൃദ്ധനാവുകയോ അല്ലെങ്കിൽ മനസ്സോ നമ്മുടെ ന്യൂറോൺസോ വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് ആവുന്നതിലേക്ക് ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ വാരത്തിൽ പ്രാർത്ഥിക്കുവാനും തിരുവചനങ്ങൾ വായിക്കുവാനും ദൈവത്തിൽ ഒന്നുചേർന്ന് സന്തോഷിക്കുവാനുള്ള അവസരങ്ങളായി നമുക്ക് സാബത്തിനെ ആചരിക്കാം.